നമസ്കാരം, എല്ലാവരും ഉഷാറല്ലേ? നമ്മളിവിടെ തകർത്തോണ്ടിരിക്കുകയാണ്. 2025-26 അധ്യയന വർഷം ഇതാ ഇന്നിവിടെ ആരംഭിക്കാട്ടോ. അപ്പൊ നമ്മള് വിചാരിച്ച ഒന്ന് റെക്കോർഡ് ചെയ്യാന്ന്. അച്ചുവിന്റെ ഒക്കെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ അവർക്ക് വലുതായി അത് കാണാലോ. അപ്പോൾ അച്ചുവിന്റെ KG1 KG2 ഒക്കെ കഴിഞ്ഞ് അച്ചുവിന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് തൊട്ടിട്ടാണ്, ഈ വർഷം തൊട്ടിട്ടാണ് അവർക്ക് യൂണിഫോം കിട്ടിയിട്ടില്ല. ഇത് ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഡ്രസ്സാണ്. യൂണിഫോം ഇതുവരെ ഇന്ത്യൻ സ്കൂളുകാർക്ക് എന്താ പറയാ ഫിക്സ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് പറയണ യൂണിഫോം മാറ്റും എന്നുള്ളത്. ഇന്നേ ഒരു ദിവസം വരെ അവർക്ക് യൂണിഫോം ഫിക്സ് ആക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്താണെങ്കിലും 3 ആൾക്കാരും PE യൂണിഫോം ഇട്ടുണ്ട്. ഞോനിയും അച്ചും ഓരോ ഹൗസാണ്. ഇതേത് ഹൗസ്? അക്ബർ ഹൗസ്. എസ്തർല ഇതാ ഇവിടെ ഇരിക്കുന്നു. അക്ബർ ഹൗസ്, ടാഗോർ ഹൗസ്. ബ്ലൂ ടീഷർട്ട് ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ സെറ്റാണ്. നമ്മുടെ പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മള് പിന്നെ ബോംബെ ട്രിപ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പൊ സ്കൂളിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും സംഭവങ്ങളും ഡ്രസ് എന്താ പറയാ ബാഗ്, പെൻസിൽ ബോക്സ്, ടിഫിൻ ബോക്സ്, എല്ലാ സംഭവങ്ങളും നമ്മൾ ബോംബെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോകാനുള്ള സമയമായി. സമയം 6:50 7:20 ക്ലാസ് തുടങ്ങുക. അപ്പോൾ നമ്മുടെ സ്കൂൾ ജീവിതം ഇന്ന് തൊട്ട് ഇവിടെ ആരംഭിക്കുകയാണ്. വിടാം? എക്സൈറ്റഡ്? അപ്പോൾ നമ്മൾ ഇറങ്ങിയാണ്. ഇതാണ് അച്ഛനെ ഒന്ന് നോക്കട്ടെ വന്നിട്ട്. തന്റെ പുതിയ ബാഗ് ഒന്ന് കാണിച്ച് തിരിഞ്ഞ്. പുതിയ ബാഗ്, എന്താ പിന്നെ ടിഫിൻ ബോക്സ്, ടിഫിൻ ബാഗ്, SCD. അതെ, എല്ലാവരുടെയും പുതിയതാണ്. എല്ലാവരും ഒരേപോലത്തെ ബാഗ് അല്ലേ? കളറിന്റെ ചെറിയൊരു ഷെയ്ഡിന്റെ വ്യത്യാസം മാത്രമല്ലോ. അതെ, എന്താ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, എല്ലാരും ഹാപ്പി? ഇനി ഒരു ഫോട്ടോ എടുക്കട്ടെ നിന്നവിടെ. സീക്രട്ട് പ്ലേസോ? സീക്രട്ട് പ്ലേസിൽ എന്തെങ്കിലും കയറ്റി വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. എന്താ എന്ത് സീക്രട്ടാ? തന്റെ ബാഗിൽ വെച്ചിട്ടുണ്ടോ താൻ? സ്കൂളിൽ ടീച്ചർ പോയി പിടിക്കണ്ടേ? നമ്മള് സ്കൂളെത്താറായിട്ടോ. പതിവിൽ നിന്ന് വിപരീതമായിട്ട് ഒന്നും തന്നെ കാണാനില്ല. നല്ല വിശാലമായ ക്യൂ ഉണ്ട്. അതിപ്പോ സ്ഥിരമുള്ള ഒരു കാഴ്ചയാണ്. സ്കൂള് തുറക്കുമ്പോഴും പിന്നെ എന്തെങ്കിലും എന്താ പരിപാടിയോ പ്രത്യേകതയുള്ള ദിവസങ്ങളിലും. അതെ, അത്യാവശ്യം നല്ല വലിയൊരു ലൈനാണ്. ഇപ്പോൾ സമയം 7 മണിയായി. എനിക്ക് തോന്നണു നമ്മളവിടെ എത്തുമ്പോഴേക്ക് ഒരു 7:10 7:15 മുട്ടിഞ്ഞ തിരക്കാണ് കേട്ടോ. അത് കാരണം നമ്മള് വണ്ടി കുറച്ച് ദൂരത്തിട്ടിട്ട് നടക്കാൻ തീരുമാനിച്ചു. അതാവും എളുപ്പം. അല്ലടി, ഇവരുടെയൊക്കെ മുഴുവൻ ബുക്ക് കൊടുത്തിട്ടുണ്ടോ? ഞോഞ്ഞയുടെ ബാഗൊക്കെ ഇപ്പളേ വീർത്തിരിക്കണ്ടല്ലോ. ഫുൾ എടുത്തിട്ടുണ്ടോ? SCDയും ഫുള്ളുണ്ടല്ലോ. ഏതാ? അതെ, ഞോഞ്ഞി 5th സ്റ്റാൻഡേർഡ് ആയിട്ടാ. ഞോഞ്ഞി 5th, SC 3rd, അച്ചു 1st. ഇനിയിപ്പോ ആർക്ക് ഈ ബിൽഡിങ്ങിലേക്ക് പോണ്ടാട്ടോ. അല്ല, പോണല്ലേ? അച്ചുവിന്റെ ക്ലാസ് ഇവിടെയാണ്, പക്ഷെ എൻട്രൻസ് അപ്പുറത്തുനിന്നാണ്. എന്താ പറഞ്ഞേ? അതെ, നമ്മുടെ അച്ചുവിനെ ആദ്യം കയറ്റി വിടാൻ തീരുമാനിച്ചു കേട്ടോ. അച്ചുതാ ക്ലാസ്സിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ചു ഫുൾ എക്സൈറ്റഡ് ആട്ടോ. അച്ചു പറക്കാണ്. ഏതാ ഡിവിഷൻ? 1E. അച്ചു എവിടെ 1E? ഒരു വെൽക്കം ബോർഡൊക്കെ ഉണ്ട് ക്ലാസ് ഫസ്റ്റിന്. അച്ഛനെ അതിന്റെ മുമ്പിൽ നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കേറാം. സ്കൂളൊക്കെ ഫുൾ ഡെക്കറേറ്റ് ഇത് സജ്ജീകരിച്ചിട്ടാട്ടോ വെച്ചിരിക്കണ. സംഭവം ഉഷാറാണ്. ഇതാണ് അച്ഛന്റെ ഡിവിഷൻ 1E. ഓ, കേറിപ്പോയിക്കോ. ടീച്ചറാണ കേറിക്കോ. ബൈ അത്തേ. അത്തേ
ഓഹോ അച്ഛതാ ജോഷലിരിക്കണ. ഇവിടെ ഇരിക്കണ തീരുമാനിച്ചാ എവിടെ സ്ഥലല്ലേ? ഒരു ചേരം കൂടി വാങ്ങണ. ബാഗ് എടുത്ത് താഴെ വെച്ചോളോ. ബാഗ് എന്തിനാ മുകളിൽ വെക്കണ? അവിടെ വെച്ചോളോ. കുറച്ചുകൂടി സൈഡിലേക്ക് വെച്ചോ. ഓക്കെ ഓൾ സെറ്റ്. ബൈ. ഉച്ചക്ക് വരാ. ഓക്കെ സീ യു. ടേക്ക് കെയർ. അങ്ങനെ നമ്മൾ അച്ഛനെ വിട്ടു. അടുത്തത് ഹൂസ്റ്റൺ എസ്തർല. എസ്തർലയുടെ ഇനി പല പല നാടകങ്ങൾ തിരികൾ നമുക്ക് കാണാവുന്നതാണ്. മാന്തൽ എസ്തർല മാന്തള ഇങ്ങോട്ട് ഞോനിക്കും മെസ്സിക്കും ഒരേ ബിൽഡിങ്ങിൽ തന്നെയാണ് ക്ലാസ്. അത് കാരണം ഇടയ്ക്ക് കാണുകയൊക്കെ ചെയ്യാം. ഇടയ്ക്ക് പോയി കാണോടോ ഞോനിയെ? എസ്സി പോയി കാണുമോ? വാടാ. എസ്സിയുടെ ക്ലാസ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എസ്സി എന്താ പിന്നിലേക്ക് വലിയാണ്? എസ്സിക്ക് ഒരു വലിയലാണല്ലോ ഫുള്ള്. 3D. എസ്സിയാ എസ്സി ഒരു ബൈ ഒക്കെ പറയടോ. എസ്സി ഒരു ബൈ പറയടോ. എസ്സി 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 നോക്കില്ലാട്ടാ. യൂണിഫോം എവിടുന്ന് കിട്ടിയ ആൾക്കാർക്ക്? അത് നമ്മുടെ കുറ്റമല്ലല്ലോ. സ്കൂളുകാർക്ക് ഇതുവരെ കൺഫേം ആക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ബൈ എസ്സി. ബൈ. സീ യു. ബൈ. അവിടെ പിന്നില് പോയിരിക്കണ്ട്. ആരെയും നോക്കില്ല. അടുത്തത് നമുക്ക് കൊണ്ടുവിടാം ഞോഞ്ഞുള്ളേ. ഞോഞ്ഞുള്ള ഏത് ഫ്ലോറാ? 3rd ഫ്ലോറാ 4th ഫ്ലോറാ? അല്ല ഇത് 2nd. അപ്പൊ 3rd. ഇതൊക്കെ 80 ദിവസം കയറണ്ടേ? അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അതിന്. എന്താ ബുക്കുകളാ? ഓ ഞോഞ്ഞ് ലോക്കറിലൊക്കെയാണോ വെക്കുക? എത്തിയാ 5D. ബൈ ഞോഞ്ഞോ. സീ യു. ഞോഞ്ഞി അവിടെ പോയി സെറ്റായിട്ടാ. ഞോഞ്ഞി പിന്നെ നോക്കുകയൊക്കെ ചെയ്തോളോ. ഞോനിക്ക് ചെന്ന വഴിക്ക് തന്നെ അവിടെ ലാത്തി അടിക്കാൻ ആരെയും കിട്ടിയിട്ടുണ്ട്. ഞോഞ്ഞി അവിടെ നിന്ന് ലാത്തി അടിച്ചോണ്ടിരിക്കണ്ട. അതേതാ കുട്ടി? ഇവർക്ക് കുറെ ആൾക്കാർക്ക് യൂണിഫോം ഇല്ല അല്ലേ? കളർ ഡ്രസ് ഉണ്ട്. ഞോഞ്ഞി ബൈ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞുട്ടാ. എല്ലാവരെയും ഓരോരുത്തരുടെ ക്ലാസ്സിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് കാറി കയറി. സാധാരണ ആദ്യത്തെ ദിവസം എന്ന് പറയുമ്പോ 1-2 മണിക്കൂറല്ലേ ഉണ്ടാവാറുള്ളൂ? സാധാരണ അങ്ങനെയാണ്. അതെ. പക്ഷെ ഇവർക്ക് ഇന്ന് ഫുൾ ടൈം ക്ലാസ് ഉണ്ട് കേട്ടോ. രാവിലെ 7:30 തൊട്ടിട്ട് 7:20 തൊട്ടിട്ട് 12:45 വരെ. 12:45 വരെ ഫുൾ ഡേ ക്ലാസ് ആണ്. അങ്ങനെ അപ്പോൾ ഇനിയിപ്പോ ജസ്റ്റ് അവര് ഉച്ചക്ക് വരും. ഉച്ചക്ക് വന്നിട്ട് അവരുടെ വിശേഷങ്ങളും കൂടി ചോദിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടാ. ഇന്ന് എന്താ പറയാ, ഇന്ന് സ്കൂള് മാത്രല്ല, ഇന്ന് വലിയൊരു ലീവിന്റെ അവധിക്ക് ശേഷം, അതായത് 9 ദിവസം അവിടെ ലീവ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നാണ് നമ്മുടെ ഓഫീസും തുറന്നത്. അപ്പം എല്ലാം കൊണ്ടും ആകെ തിരക്കായിരുന്നു. ഇപ്പതാ നമ്മൾ ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് ചാടിയിരിക്കുകയാണ് പിള്ളേരെ എടുക്കാൻ വേണ്ടിട്ട്. അപ്പോൾ ഇതാ ഓൾറെഡി ഇതാ ഇപ്പൊ വിട്ടൂല്ലേ? 12:45 അച്ഛനെ വിടും. 12:45 അച്ഛനെ വിടും. 12:50 നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിവസത്തെ അംഗത്തിന് ശേഷം എന്താ അച്ചു വരണു കേട്ടോ. എടി അച്ചു മാത്രമല്ല, അപ്പൊ അവരോ? എന്താ ആർച്ചിമാൻ, ആർച്ചിമാൻ ഹൗ ആർ യു? ഇങ്ങോട്ട് നോക്കണോ? ഭയങ്കര ഹാപ്പിയാ അച്ഛേ? ഇതെന്താ? ഓഹോ അച്ഛേ, എന്താ ഉണ്ടായിരുന്നു ക്ലാസ്സില്? പറയണോ താൻ?
എവിടെന്നാ മിത്താൻഷിനെ കണ്ട്? പുറത്ത് കണ്ടോ? എന്നിട്ട് എന്താ ചെയ്ത്? പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയ ക്ലാസ്സില്? ആരാ? അർജുൻ. ഓ നല്ല ക്ലാസ്സാ, നല്ല ടീച്ചറാ. എന്നാ ക്ലാസ് അല്ല കാറ് കയറ്, വെയിലാണ്. അവരെവിടെ? തന്റെ ഓൾഡ് ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടാ? KG2 ആരാള്ളത്? ജോഷൽ മാത്രമേ ഉള്ളോ? താൻ ജോഷലിന്റെ അടുത്തായിരിക്കണേ അല്ലേ? മാറിയോ? നമ്മള് രാവിലെ കൊണ്ട് ഇരുത്തിയടത്ത് മാറ്റി ഇരുത്തിയോ? ഇപ്പൊ താൻ എവിടെ ഇരിക്കണ? ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി ഇരുത്തിയോ? ആരുടെ അടുത്താ? അർജുന്റെ അടുത്താ. അപ്പൊ അർജുൻ തന്നെയാണ് തന്റെ ഫ്രണ്ട്. ഗുഡ് ടീച്ചറാണോ? എന്താ ടീച്ചറുടെ പേര്? ടീച്ചറുടെ പേര് എനിക്ക് ഓർമ്മല്ല. ഞോഞ്ഞി എസിയും വരണ വെയിറ്റ് ചെയ്യാം നമുക്ക്. എവിടെ? അതാ വരുന്നു നമ്മുടെ എസ്തർല. ഓ എസ്തർലയുടെ ഗൗരവ തരം മാറിയിട്ടില്ല. അതാ വരുന്നു നമ്മുടെ ഞോഞ്ഞുള്ള. ഹായ് ലേഡി, ഹൗ ആർ യു? ഓ റേച്ചൽ ആൻഡ് റബേക്ക, എന്താണ് വിശേഷം? അമ്മ വന്നില്ലേ? എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? നല്ല ക്ലാസ് ആയിരുന്നു. ആരാ ടീച്ചർ? ആരാ? നല്ല മാമാ? മലയാളിയാ? ആ റബേക്കടെയാ? ഓ ഇതൊരു ഗൗരവൊക്കെ. ഞോഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ടീച്ചറൊക്കെ നല്ല ടീച്ചറായിരുന്നു. ഏത് ടീച്ചറാ? ആരായിരുന്നു? ഷെർലി മാമ. ഷെർലി മാമ വല്ലതും പറഞ്ഞ? എന്നിട്ട് നമ്മുടെ ഏഷ്യറിന്റെ കാര്യം വല്ലതും പറഞ്ഞ? ഏഷ്യർ ദുബായിലൊക്കെ എന്താ തട്ടാർന്നില്ലേ? അച്യുതായിരിക്കണ? അച്യുനുണ്ടാങ്ങള്? അച്യു തകർത്തില്ലേ? അച്ഛന് പുതിയ ഫ്രണ്ടൊക്കെ ആയി, അർജുൻ ഫ്രണ്ട്. എസിയ തന്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നോ? ഇന്നോ? ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ആരായിരുന്നു? എനിക്കറിയാം. ഞാൻ ചോക്ലേറ്റ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോണ സമയത്ത് ഇങ്ങനെ ഇരിക്കുന്നു. എവിടെ? ക്ലാസ്സിലോ? എന്താ അങ്ങനെ ഇരിക്കണ്ടായിരുന്നു? അതെ, നമ്മള് രാവിലെ കേറി ചെന്ന വഴിക്ക് താൻ വർത്താനം പറയണ്ടായിരുന്നു കുട്ടിയാ. ആ പിങ്ക് ഡ്രസ് ഇട്ടത്. ആ ബോർഡിൽ കണ്ടോ താൻ? വേറെ എന്താടോ എന്തേലും പറയടോ താൻ? താൻ മാത്രം എന്താടോ ഒന്നും പറയാത്ത? എന്നെ സ്കൂളിൽ നിർത്തണോ? നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആയാ? ഒന്നും ആയിട്ടില്ല. ആ സീറ്റിൽ തന്നെ ഇരിക്കണ? രാവിലെ കൊണ്ടുപോയിട്ട് അടുത്ത് അതോ മാറിയിരുന്നോ? അവിടെ തന്നെ. എന്താ പറഞ്ഞ? ആരുമില്ലേ? താൻ റോലിന് പോയി നോക്കിയാ? അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവരുടെ സ്കൂൾ വിശേഷം. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇവർക്ക് ഭാവിയിൽ കാണാൻ വേണ്ടിയിട്ട്. വന്ന വഴിക്ക് എല്ലാരും ക്ഷീണം തീർക്കാൻ വേണ്ടി ബിസ്ക്കറ്റും പെപ്സിയും ഒക്കെ ഇരുന്ന് അടിക്കണ്ട കേട്ടാ. പെപ്സി അധികം കുടിക്കണ്ട, മനസ്സിലായ? ഓ മനസ്സിലായ? അപ്പൊ എന്തായാലും എല്ലാവർക്കും സ്കൂളൊക്കെ ഇഷ്ടമായി, ടീച്ചർമാരെ ഇഷ്ടമായി. ടൈം ടേബിൾ എല്ലാം കിട്ടിയില്ലേ? ടൈം ടേബിൾ കിട്ടിയില്ല? ഞോനിക്ക് മാത്രമാണ് ടൈം ടേബിൾ കിട്ടി. എന്തായാലും ബാക്കിയുള്ളവർക്ക് നാളെ കിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ. അപ്പൊ ഇനി ഒരു 1.5 മാസം ക്ലാസ് ആണ്. അത് കഴിഞ്ഞ് ജൂൺ ഫസ്റ്റ് വീക്കിലാന്ന് തോന്നുന്നില്ല സമ്മർ വെക്കേഷൻ. അതെ, അപ്പൊ ഒരു 1.5 മാസം ഇനി കണ്ടിന്യൂസ് ക്ലാസ് ആണ്. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? ഒന്നുമില്ല. അപ്പൊ അങ്ങനെ. അപ്പൊ പുതിയൊരു വ്ളോഗായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.